മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ തൗബയുടെ ഒരു മനോഹരമായ ദിക്റാണ്. തൗബയുടെ അത്രയും വലിയ മഹത്വമുള്ള ഒരു ദിക്ർ റജബ് മാസത്തിൽ ചൊല്ലേണ്ട ദുആ ഇസ്തിഗ്ഫാർ റജബ് എന്നാണ് ഇതിന്റെ പേര്. ദുആ ഇസ്തിഗ്ഫാർ റജബ് മാസത്തിലെ പാപമോചനം ചെയ്യേണ്ട രൂപം മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സറിഞ്ഞ് നമ്മളെ ചൊല്ലുക. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ചൊല്ലിത്തരുന്നതാണ്. നിങ്ങളത് ഏറ്റുചൊല്ലണം, മനസ്സറിഞ്ഞ് ചൊല്ലണം. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. ദുആ ഇസ്തിഗ്ഫാർ റജബിലെ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയാണ്. റബ്ബേ, ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. കാരണം ഇത് റജബ് മാസമാണ്. മാത്രമല്ല വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് അറിവിന്നിലാവിന്റെ ഉമ്മമാരോട്, അറിവിന്നിലാവിന്റെ ബാപ്പമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, അറിവിന്നിലാവിന്റെ പുസ്തകം എന്ന് പറയുന്ന എന്റെ അറിവിന്നിലാവ് പുസ്തകം എന്ന പുസ്തകം നിങ്ങൾക്കുണ്ടല്ലോ. അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഉസ്താദ് പറഞ്ഞു തരുന്ന ചരിത്രങ്ങളും ഹദീസുകളൊക്കെ എഴുതുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഇനി നിങ്ങൾ എഴുതാൻ പോവണം റജബ് മാസത്തിന്റെ മഹത്വം, റജബ് മാസത്തിന്റെ പ്രത്യേകത. ഉസ്താദ് ഓരോ ദിവസവും ഓരോ പ്രത്യേകതകൾ പറയുമ്പോ ആ പ്രത്യേകതകൾ നിങ്ങൾ എഴുതിയെടുക്കണം. അത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. എന്റെ അറിവിന്നിലാവ് എന്ന പേരിലുള്ള ഓരോ പുസ്തകം ഓരോരുത്തർക്കും വേണം. എന്നിട്ട് ഓരോ മജ്‌ലിസിൽ ഉസ്താദ് പറയുന്ന അറിവുകൾ നിങ്ങൾ എഴുതി വെക്കണം. പ്രത്യേക ദിക്റുകൾ എഴുതി വെക്കണം. അത് എഴുതി വെക്കുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരുന്നതാണ്. നിങ്ങളെ മക്കള് ആ പുസ്തകം എടുത്തു നോക്കുമ്പോ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, കൊണ്ടോട്ടിയിലുള്ള പ്രിയപ്പെട്ട ഒരു ഉമ്മ മരണപ്പെട്ടപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊന്നുമോൻ ആ ഉമ്മ എഴുതിയിരുന്ന എന്റെ അറിവിന്നിലാവിന്റെ പുസ്തകമെന്ന പുസ്തകമിന്റെ അടുത്ത് വന്ന് കാണിച്ചു, ഉസ്താദേ ഈ പുസ്തകമാണ് ഉമ്മ, സങ്കടമാണ്. എന്റെ ഉമ്മ അറിവിന്നിലാവ് കേട്ടിരുന്നത് മൊബൈലിലൂടെ വലിയ JBL ബോക്സ് ഒക്കെ വെച്ചിട്ടാണ് ഉമ്മ കേട്ടിരുന്നത് എന്നും ഉസ്താദിന്റെ അറിവുകൾ, ഈ മജ്‌ലിസിൽ നിന്ന് കേൾക്കുന്ന അറിവുകൾ എഴുതി വെക്കുമായിരുന്നു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് ഖബറിലാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയും ഖബറിലാണ്. ആ ഉമ്മാന്റെ ഖബറ് നീ സ്വർഗമാക്ക് അല്ലാഹ്. ആമിന എടനാട്ട് കൊണ്ടോടിയിൽ തവനൂര് 13-ാം ആണ്ടാണ് റജബ് 1-ന്. റബ്ബേ, ഓലെ ഖബറ് നീ സ്വർഗമാക്ക് അല്ലാഹ്. നാളെ ഉപ്പ മരിച്ചിട്ട് 8 വർഷമായി. പ്രത്യേകം ദുആരിക്കണം. റബ്ബേ, ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറ് നീ സ്വർഗമാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എല്ലാവരും ഓരോ ചരിത്രങ്ങളും എഴുതി വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ലൊരു ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത മജ്‌ലിസിൽ പറഞ്ഞു തരും. റജബ് മാസത്തിൽ നോമ്പെടുത്ത് റജബ് മാസത്തെ ആദരിച്ച ഒരു ചെറുപ്പക്കാരന്റെ കഥ, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്ത് നടന്ന ഒരു മനോഹരമായ ചരിത്രം നാളത്തെ മജ്‌ലിസിൽ ഞാൻ പറഞ്ഞു തരാം. ആ ചരിത്രം പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും റജബിന്റെ പവർ എത്രയാണ്, റജബിന്റെ ശ്രേഷ്ഠത എത്രയാണ്, റജബിന്റെ മഹത്വം എത്രയാണ്. റജബ് മാസത്തിൽ നോമ്പെടുത്ത കാരണം കൊണ്ട് ആ ചെറുപ്പക്കാരന് അല്ലാഹു നല്ല സ്ഥാനം നൽകിയ മനോഹരമായ കഥ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞു തരുന്നതാണ്. എല്ലാ മുഅ്മിനീങ്ങളും മനസ്സറിഞ്ഞ് ചൊല്ലിയേ ദുആ ഇസ്തിഗ്ഫാർ. റജബ് മാസത്തെ ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറിന്റെ ദുആ ആണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ഉസ്താദ് ഒരു തവണ ചൊല്ലിത്തരും, എല്ലാവരും അങ്ങനെ ഏറ്റു ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലും. ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ചൊല്ലിയ എണ്ണം നിങ്ങൾ കമന്റിൽ അറിയിക്കണം. കോടിക്കണക്കിന് സ്വലാത്ത് റജബിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ തന്നെ നമുക്ക് മദീനയിലേക്ക് സമർപ്പിക്കാൻ കഴിയണം.
റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ മൂത്തച്ഛന്റെ അമ്മ ഇന്നലെ മരണപ്പെട്ടു പോയവൾ മക്കളില്ല. ഉസ്താദ് പ്രത്യേകം ദുആരിക്കണം. സിദ്ദീഖ് റബ്ബേ വല ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ ആരംഭിക്കുകയാണ്. എല്ലാവരും ഏറ്റു ചൊല്ലിക്കോളി അസ്തഗ്ഫിറുല്ലാഹ്. രണ്ട് കൈയും ഉയർത്തി പിടിച്ചു ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ്, 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 അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലല്ലാഹ്, വഅതൂബു ഇലല്ലാഹ് മിമ്മാ യക്റഹുല്ലാഹ്, മിമ്മാ യക്റഹുല്ലാഹ് ഖൗലൻ വഫിഅലൻ ഖൗലൻ വഫിഅലൻ വഖാതിറൻ വനാദിറൻ വഖാതിറൻ വനാദിറൻ വബാതിനൻ വലാഹിറൻ വബാതിനൻ വലാഹിറൻ. اللهم إني أستغفرك اللهم إني أستغفرك لما قدمت لما قدمت وما أخرت وما أخرت وما أسررت وما أسررت وما أعلنت وما أعلنت وما أنت أعلم به مني وما أنت أعلم به مني. أنت المقدم أنت المقدم وأنت المؤخر وأنت المؤخر وأنت على كل شيء قدير. وأنت على كل شيء قدير. أستغفر الله أستغفر الله أستغفر الله أستغفر الله أستغفر الله أستغفر الله ذا الجلال والإكرام الجلال والإكرام من جميع الذنوب والآثام. جميع الذنوب والآثام. أستغفر الله أستغفر الله لذنوبي كلها لذنوب كلها سرها وجهرها سرها وجهرها وصغيرها وكبيرها وصغيرها وكبيرها وقديمها وجديدها وقديمها وجديدها وقديمها وجديدها وقديمها وجديدها وأولها وآخرها وأولها وآخرها وظاهرها وباطنها وظاهرها وباطنها وأتوب إليه. وأتوب إليه. اللهم إني أستغفرك اللهم إني أستغفرك من كل ذنب من كل ذنب تبت إليك تبت إليك تبت إليك منه تبت إليك منه ثم عدت فيه ثم عدت فيه وأستغفرك وأستغفرك لما أردت به لما أردت به وجهك الكريم وجهك الكريم فخالته فخالطه ما ليس لك فيه ما ليس لك فيه رضا رضا وأستغفرك وأستغفرك لما وعدتك به لما وعدتك به من نفسي من نفسي ثم أخلفتك فيه ثم أخلفتك فيه وأستغفرك وأستغفرك لما دعاني لما دعاني إليه الهوى إليه الهوى من قبل الرخص من قبل الرخص مما اشتبه علي مما اشتبه علي وهو عندك حرام وهو عندك حرام وأستغفرك وأستغفرك يا من يا من لا إله إلا أنت لا إله إلا أنت يا عالم الغيب والشهادة يا عالم الغيب والشهادة من كل سيئة من كل سيئة عملتها عملتها في بياض في النهار بياض النهار
النهار وسواد الليل وسواد الليل في ملأ وخلاء في ملأ وخلاء وسر وعلانية وسد وعلانية وأنت ناظر إلي وأنت ناظر إلي إذ ارتكبتها وأتيت بها من العصيان فأتوب إليك يا حليم يا كريم يا رحيم وأستغفرك من النعم التي أنعمت بها علي فتقويت بها على معصيتك وأستغفرك من الذنوب التي لا يعرفها أحد غيرك ولا يطلع عليها أحد سواك ولا يسعها إلا حلمك ولا ينجيني منها إلا عفوك وأستغفرك لكل يمين سلفت مني فحنثت فيها وأنا عندك مؤاخذة بها وأستغفرك يا من لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين وزكريا عليه السلام إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين رب اغفر وارحم وأنت خير الراحمين وأستغفرك من كل فريضة أوجبتها علي في آناء الليل وأطراف النهار فتركتها خطأ أو عمدا أو نسيانا أو تهاونا أو جهلا وأنا معاقب بها എല്ലാരും ചൊല്ലി വളരെ അർത്ഥവത്തായ ദിക്റാണ്. രാത്രിയുടെ ഇരുട്ടിൽ ചെയ്ത തെറ്റുകളെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. പകലിൽ ചെയ്ത തെറ്റുകളെ റബ്ബിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള തൗബയാണ്. വെള്ളിയാഴ്ച രാവാണ്, അല്ലാഹ് തട്ടൂല. എല്ലാവരും ചൊല്ലി വളരെ അർത്ഥങ്ങൾ നിറഞ്ഞ ദിക്റാണ്, തൗബയാണ്.
وأستغفرك وأستغفرك من كل سنة من كل سنة من سنن سيد المرسلين سنن سيد المرسلين അതിന്റെ അർത്ഥമറിയോ നിങ്ങൾക്ക് വഅസ്തഗ്ഫിറുക മിൻ കുല്ലി സുന്നത്തിൻ മിൻ സുനനി സയ്യിദിൽ മുർസലീൻ മുത്തുനബി സുന്നത്താക്കിയ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനും എനിക്ക് പുറത്തു തരണേ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള തൗബയാണ് റജബിലെ ഓരോ ദിവസവും നമ്മളത് ചൊല്ലാൻ പോവുകയാണ് വഅസ്തഗ്ഫിറുക മിൻ കുല്ലി സുന്നത്തിൽ മിൻ സുനനി സയ്യിദിൽ മുർസലീൻ സുനനി സയ്യിദിൽ മുർസലീൻ വഖാതിമിൻ നബിയ്യിക സയ്യിദിനാ محمد صلى الله عليه وسلم فتركتها غفلة أو سهوا أو نسيانا أو تهاونا أو جهلا أو قلة مبالاة بها وأستغفرك يا من لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك سبحانك يا رب العالمين لك الملك ولك الحمد وأنت حسبنا ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله علي العظيم يا جابر كل كثير ويا مؤنسا كل وحيد ويا صاحبا كل غريب ويا ميسرا كل أسير يا من لا يحتاج إلى البيان والتفسير وأنت على ما تشاء قدير وصلى الله تعالى على سيدنا محمد بعدد من صلى عليه وبعدد من لم يصلي عليه اللهم صل على روح سيدنا محمد في الأرواح اللهم صل على تربة سيدنا محمد في التراب اللهم صل على سيدي على قبر سيدنا محمد في القبور اللهم صل على سورة سيدنا محمد في الصور اللهم صل على اسم سيدنا محمد في الأسماء لقد
لقد جاءكم رسول من أنفسكم رسول من أنفسكم عزيز عليه عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم രണ്ട് കൈയിലൂടെ തല മുതൽ മുഖവും ശരീരഭാഗങ്ങളെല്ലാം തടവുക. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് പവിത്രമായ റജബിന്റെ വെള്ളിയാഴ്ച രാവിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഒരുപാട് ഉമ്മമാരെ, ഒരുപാട് ഉപ്പമാരെ, ഒരുപാട് സഹോദര സഹോദരിമാരെ, ഒരുപാട് കുഞ്ഞു പൂമ്പാറ്റ മക്കളടക്കം പ്രവാസികളും നാട്ടുകാരും റഹ്മാനെ ഞങ്ങളെ മജ്ലിസ് കാണുകയാണ്. അല്ലാഹുവേ, വീടുകളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, ടിവിയിലൂടെ, ലാപ്ടോപ്പിലൂടെ, മൊബൈലിലൂടെ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഹ്മാനെ അടുക്കള ജോലിക്കടയിലും ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നവരെ, ഉമ്മമാരും കുടുംബങ്ങൾ ഒരുമിച്ച് കേൾക്കുന്നവരെ, കച്ചവട സ്ഥാപനങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഓഫീസുകളിലും വാഹനങ്ങളിലും തെരുവോരങ്ങളിലും ഞങ്ങളെ മജ്ലിസിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അറിവിന്ദിലാവില്ല കുടുംബങ്ങൾക്ക് അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ്, നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്, നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ഒന്നാക്കണേ റഹ്മാനെ, ഇഖ്ലാസും തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കണേ റഹ്മാനെ, മനസ്സിന് സമാധാനം തരണമല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ, ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ, ഒരു നല്ല മരണം തരണമല്ലാഹ്, ഒരു നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മരണപ്പെട്ട ഖബറിലേക്ക് ഞങ്ങളെ ഇറക്കി വെക്കുമ്പോ ഈ മജ്ലിസ് ഞങ്ങളെ ഖബറിലേക്ക് ഒരു കൂട്ടാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം പറയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ, പരലോകത്ത് രക്ഷപ്പെടുത്തണം അല്ലാഹ്. വലത് കൈയിൽ കിതാബ് തരണമല്ലാഹ്, നന്മയുടെ തുലാസിന് കനം തൂക്കണമല്ലാഹ്. സിറാത്ത് പാലം വിട്ടുകിടത്തണേ അല്ലാഹ്, അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗതറ കൊടുക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങളെ പെടുന്നര മരിപ്പിക്കല്ലേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ, ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ, കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന ഉമ്മമാര് ഉമ്മാമമാര് റബ്ബേ, നീ അവർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പമാർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാ ദിവസവും അറിവിന്നിലാവിന്റെ മുന്നിലിരിക്കുന്ന ഈ ഉമ്മമാരും ബാപ്പമാരും ഈ സഹോദര സഹോദരിമാരും അല്ലാഹ്, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളെ മാറ്റണേ, ക്ഷീണങ്ങളെ മാറ്റണേ, കിതപ്പും പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുടെ ക്യാൻസർ സുഖപ്പെടുത്തണേ റഹ്മാനെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണേ റഹ്മാനെ, അറ്റാക്ക് സുഖപ്പെടുത്തണേ
സുഖപ്പെടുത്തണേ റഹ്മാനെ. കിഡ്നി തകരാറിലായത് സുഖപ്പെടുത്തണേ റഹ്മാനെ. ആട്ടിന്റെ വോൾസ് അടച്ചു തരണേ റഹ്മാനെ. മച്ചയുടെ പ്രോബ്ലം മാറ്റിത്തരണേ റഹ്മാനെ. ക്രിയേറ്റീവ് നോർമലാക്കി തരണേ റഹ്മാനെ. ഡയാലിസിസ് ചെയ്യുന്നവർക്ക്, കീമോ ചെയ്യുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ വന്ന് തളർന്നു കിടക്കുന്ന സഹോദര സഹോദരിമാരുണ്ട് അല്ലാ. അല്ലാ, ഈ മാസത്തിന്റെ രാവിന്റെ ബറക്കത്തുകളിൽ പാവങ്ങളാണ് റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിലെ വരാന്തകളിലും റൂമുകളിലും ഇരുന്ന് അറിവിന്ദിലാവ് കേൾക്കുന്നവരുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ വേദനകളെ മാറ്റണേ, കടച്ചിലുകളെ മാറ്റണേ, പരിപ്പുകളെ മാറ്റണേ. കണ്ണിന് കാഴ്ച തരണേ, കാതിന് കേൾവി ശക്തി തരണേ അല്ലാഹുവേ. തലവേദന മാറ്റണേ, മൈഗ്രീന്റെ വേദന മാറ്റണേ, തലകറക്കം സുഖപ്പെടുത്തണേ, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റിത്തരണേ, ശരീരത്തിന്റെ വേദന മാറ്റണേ, കൈകാല കളച്ചിൽ മാറ്റണേ അല്ലാ. പിരടി വേദന, കഴിവ്, കഴുത്ത് വേദന, വയറുവേദന, നെഞ്ചുവേദന, ഊരവേദന അല്ലാഹുവേ, ശരീരത്തിലുള്ള വേദനകളെല്ലാം നീ സുഖപ്പെടുത്തി തരണമല്ലാ. അലർജിയും വസുവാസം, അപസ്മാര, ശ്വാസം മുട്ടലും കഥപ്പും സുഖപ്പെടുത്തണേ റഹ്മാനെ. പനിയും ജലദോഷം, തുമ്മലും കഫക്കെട്ടും മാറാത്ത തലവേദനയും നീ മാറ്റിത്തരണേ അല്ലാ. വെള്ളപ്പാടും ചൊറിച്ചിലും മുഖക്കുരു, ശരീരത്തിലുള്ള പാടുകളും കലകളും മജ്‌ലിസിന്റെ വെള്ളത്തിലൂടെ മാറ്റിത്തരണേ അല്ലാ. കൈകാല് വെള്ളിച്ച സുഖപ്പെടുത്തണേ അല്ലാ. മൂത്രക്കടച്ചിലും മൂത്രമൊഴിക്കുന്നതിനുള്ള പ്രയാസവും റഹ്മാനെ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. അല്ലാ, മൂത്രക്കല്ലും കിഡ്നിയിലെ കല്ലും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ അല്ലാ. തൈറോയ്ഡ് നോർമലാക്കുക അല്ലാ. വെരിക്കോസിസ്, സോറിയാസിസ്, സാമവാദ, രക്തവാദം സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സഹോദരിമാരുടെ ബ്ലീഡിംഗ് കറക്റ്റ് ആക്കണേ റഹ്മാനെ. മെൻസസ് ആവാത്തവർക്ക് റാഹത്താക്കണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങളെ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസ് കാണുന്ന കുടുംബങ്ങളിലുള്ള രോഗങ്ങളല്ല ഈ രാവിന്റെ ദിവസത്തിന്റെ ഹക്ക് കൊണ്ട് നീ സുഖപ്പെടുത്ത അല്ലാ. നടക്കാത്തവരെ അറിവിന്ദിലാകും മജ്‌ലിസിലൂടെ നടത്തിത്തരണേ അല്ലാ. സംസാരിക്കാത്തവരെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സംസാരിപ്പിക്കണേ അല്ലാ. സംസാരത്തിലുള്ള വിക്ക് മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ബോധമില്ലാത്തവർക്ക് ബോധം കൊടുക്കണേ അല്ലാ. ചലനമില്ലാത്തവർക്ക് ചലനം കൊടുക്കണേ അല്ലാ. വെന്റിലേറ്ററും ഐസിയുമായി അറിവിന്ദിലാവ് കാണുന്ന പ്രിയപ്പെട്ട ഉമ്മ കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഐസിയുലാണ്. മക്കൾ ഇന്നലെ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടുള്ള അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. വീടിൽ പാസ്സാവാനുള്ള പേപ്പർ വർക്കൊക്കെ ക്ലിയർ ആക്കണേ റഹ്മാനെ. സ്ഥലമില്ലാത്തവർക്ക് ബറക്കത്തുള്ള ഐശ്വര്യമുള്ള സ്ഥലം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വഴി നൽകണേ അല്ലാ. കിണറ്റിന് വെള്ളം നൽകണേ അല്ലാ. കുയൽ കിണറിൽ വെള്ളം നൽകണേ അല്ലാ. വെള്ളത്തിലുള്ള രുചി വ്യത്യാസം മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ ബിസിനസ്സുകാർക്ക് ബറക്കത്ത് നൽകണേ. ഞങ്ങളെ കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ. കൃഷിക്കാർക്ക് ബറക്കത്ത് നൽകണേ. ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണേ. പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ. ഉസ്താദുമാർക്ക് ബറക്കത്ത് നൽകണേ. കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ബറക്കത്ത് നൽകണേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ. മുതലാളിമാർക്കും തൊഴിലാളികൾക്കും ബറക്കത്ത് നൽകണേ. മത്സ്യത്തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ. കൂലിപ്പണിക്കാർക്ക് ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ, എല്ലാ കച്ചവടക്കാരും, തെരുവ് കച്ചവടക്കാരടക്കം എല്ലാ കച്ചവടത്തിനും, എല്ലാ ബിസിനസ്സിലും, എല്ലാ ഏർപ്പാടിലും നീ ബറക്കത്ത് നൽകുക അല്ലാ.
ഇന്റർവ്യൂ പാസ്സാക്കണേ റഹ്മാനെ. എക്സാമിൽ ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ. എല്ലാം നീ നോർമൽ, എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ കാക്കണേ, അവരെ വിഷമങ്ങളെ മാറ്റണേ. നാട്ടിലും ഗൾഫിലും ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ. വിസയുടെയും കാമയുടെയും തനാസിലിന്റെയും പ്രയാസമുള്ളവർക്ക് നീ റാഹത്താക്കി കൊടുക്കണേ. നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ കല്യാണം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പെട്ടെന്ന് ശരിയാക്കണേ റഹ്മാനെ. തീരുമാനിച്ച കല്യാണങ്ങളെ സന്തോഷത്തിൽ വിജയിപ്പിക്കണേ അല്ലാ. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കറബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നവരെ കൂട്ടത്തിലെ മക്കളില്ലാത്തവർക്ക് മടവൂർ ശൈഖുനാന്റെ ഹക്കുകളില് റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ നൽകണേ അല്ലാ. തടസ്സങ്ങളെല്ലാം മാറ്റണേ അല്ലാ. ഈ റജബ് മാസം തീരുന്നതിന് മുമ്പതല്ല ആ സന്തോഷം കേൾക്കാന് റബ്ബാകും നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, ഇന്ന് മാത്രം 6 സന്തോഷങ്ങൾ അറിയാൻ കഴിഞ്ഞ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാര് അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് ആ വെള്ളം കുടിച്ച് നീ ഗർഭം ധരിപ്പിച്ച പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്, അതെല്ലാം നീ നിലനിർത്തി കൊടുക്ക റബ്ബേ. സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ കൊടുക്ക റബ്ബേ. സമയമാകുമ്പോ സുഖപ്രസവം കൊടുക്ക റബ്ബേ. ചെറിയ മക്കളുണ്ട്, കരച്ചില് മാറ്റാത്തവരെ, തീരെ കരയാത്തവനുണ്ട് അല്ലാഹുവേ. പാല് കുടിക്കാത്ത മക്കളുണ്ട്, ശരീരം ചൊറിച്ചിലുള്ള മക്കളുണ്ട്, കൈത്തുറക്കാത്ത മക്കളുണ്ട്, നടക്കാനുള്ള പ്രായമായിട്ട് നടക്കാതെ, സംസാരിക്കേണ്ട പ്രായമായിട്ട് സംസാരിക്കാതെ, അംഗവൈകല്യങ്ങൾ വന്ന മക്കളുണ്ട്, ചുണ്ടിന് മുച്ചുറി വന്ന മക്കളുണ്ട്. അല്ലാ, ഈ മാസത്തിന്റെ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കുഞ്ഞു പൂമാറ്റ മക്കളെ അസുഖങ്ങളല്ല അവര് വലുതാവലോടുകൂടെ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഭ്രാന്ത് മാറ്റണേ റഹ്മാനെ, അപസ്മാരം മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നീ ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ് നൽകുക അല്ലാ, ഭർത്താവിന് ദീർഘായുസ് നൽകുക അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, അവരെ അസുഖങ്ങളെ മാറ്റണേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യയുടെ മാതാപിതാക്കൾ, ഞങ്ങളെ സഹോദര സഹോദരിമാർ, അവരുടെ ഭാര്യമാർ, സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, അല്ലാഹുവേ, ഇളച്ചി മൂത്തച്ചി നാത്തൂന്മാര്, കൂട്ടുകുടുംബങ്ങൾ, കൂടെ പഠിച്ചവർ, കൂട്ടുകാര്, ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, വേദനിപ്പിച്ചവർ, എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ അല്ലാ. സുഹൃത്ത് ബാത്തിലാക്കണേ, കണ്ണേറ് ബാത്തിലാക്കണേ, നാപ്പോര് ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ. ഒരു ശത്രുക്കളെ കയ്യിലും ഞങ്ങളെ പെടുത്തല്ലേ. എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കണേ റഹ്മാനെ. എല്ലാ കെണിവലകളിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുന്യാവിലോ ആഖിറത്തിലോ വഷളാക്കല്ലേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്, ഉമ്മാന്റെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. ഉമ്മ കിടക്കുന്ന പന്തപ്പള്ളി ഖബർസ്ഥാനിലെ ഖബറാളുകൾക്ക് സ്വർഗം നൽകി റബ്ബേ. ഞങ്ങൾ അറിവിന്ദിലാവിന്റെ ഉമ്മമാര് പലരും ഖബറിലാ, അറിവിന്ദിലാവിന്റെ ബാപ്പമാര് പലരും ഖബറിലാ. ഈ മജ്ലിസ് കേൾക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുള്ള റബ്ബേ, ഓലെ ഖബറുകളൊക്കെ നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗീയ ലോകത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അവരെയും ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ ബറക്കത്തുള്ള വീടാക്കണേ, റഹ്മത്തുള്ള വീടാക്കണേ. ആ വീട്ടിലെ മാതാപിതാക്കൾ, മക്കള്, മരുമക്കൾ, പേരമക്കള് റബ്ബേ നീ അവർക്ക് ബർക്കത്ത് നൽകണേ. ആ വീട്ടുകാരെ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, കിട്ടുന്ന ശമ്പളം
ശമ്പളം സമ്പത്ത് എല്ലാം നീ ബർക്കത്ത് നൽകണേ. ആ വീട്ടിലുള്ള വാഹനങ്ങൾ, വളർത്തുന്ന കോഴി, ആട്, പശുക്കൾ അടക്കമുള്ള വളർത്തുമൃഗങ്ങൾ റബ്ബേ നീ അതിലെല്ലാം വലിയ ബർക്കത്ത് നൽകണേ. കമന്റിലൂടെ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരുണ്ട്, യൂട്യൂബിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ, ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ ഞങ്ങൾ അറിവിന്ദിലാവ് കേൾക്കുന്നവരെ, അറിവിന്ദിലാവിന്റെ ലിങ്കുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നവരെ, പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് തരുന്നവരെ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത 2 ഷോപ്പുകൾ റബ്ബേ നീ വലിയ ബറക്കത്ത് നൽകുക അല്ലാ, വലിയ കച്ചവടം നൽകുക അല്ലാ. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത എല്ലാ ഷോപ്പുകളിലും നീ ഖൈർ നൽകണേ റഹ്മാനെ. മറ്റുള്ള ഷോപ്പുകളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവിടെ ചെന്നപ്പോഴൊക്കെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരല്ലേ, അറിവിന്ദിലാവിന്റെ കാരുണ്യ പദ്ധതികളിലേക്ക് സ്വർണ്ണങ്ങൾ തന്നവര്, സഹായങ്ങൾ തന്നവര്, സംഭാവനകൾ തന്നവര് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.